നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് 44ാമത് വാർഷിക പൊതുയോഗം നടത്തി. പറപ്പൂക്കര പഞ്ചായത്തിലെ ആലത്തൂരിൽ കുടുംബശ്രീയുടെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൽ പ്രതിഷേധിച്ച് BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ കാദംബരിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സൌഹൃദ സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDS അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി 44 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, UDF ചെയർമാൻ സോമൻ മുത്രത്തിക്കര, പഞ്ചായത്ത് അംഗങ്ങളായ NM പുഷ്പാകരൻ, KK രാജൻ, നന്ദിനി രമേശൻ, ഷീബ സുരു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ്, M ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ദാരിദ്ര്യ ലഘൂകരണത്തിനു വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി, അതോടൊപ്പം സ്ത്രീകളെ സ്വന്തം കാലിൽ നിൽക്കാനും അവരുടെ വരുമാനമാർഗം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കുടുംബശ്രീ പ്രസ്ഥാനം രൂപമെടുത്തത്. ഈ കുടുംബശ്രീ പ്രസ്ഥാനം രൂപമെടുക്കുന്ന കാലഘട്ടം മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദാരിദ്ര്യ ലഘൂകരണം തന്നെയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കോടാലി യൂണിറ്റ് 44ാം വാർഷിക പൊതുയോഗം ചേർന്നു. കോടാലി GLP സ്കൂളിൽ യോഗം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ സമാദരണവും ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി അവാർഡ് ദാനവും നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PG രഞ്ജിമോൻ, പുതുക്കാട് നിയോജക മണ്ഡലം ട്രഷറർ ഡേവിസ് വില്ലടത്തുകാരൻ, TM ഉമേഷ് ബാബു, സാബു പോക്കാക്കില്ലത്ത്, EN ശശി, പ്രതീഷ് പോൾ, ഷൈന ജോർജ്, ഫൌസിയ ഷാജഹാൻ, സനോജ് PU, ജോർജ് സഫിലോ, ബൈജു പള്ളിപ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി VM ഷാജഹാൻ നന്ദിയും അറിയിച്ചു. കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ കാദംബരിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സൌഹൃദ സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു. സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര ദേശീയ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷന്റെയും സോഷ്യൽ ബിവെൻജേസിന്റെയും സഹായത്തോടെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 50% സാമ്പത്തിക സഹായത്തോടെ പരിസ്ഥിതി സൌഹൃദ സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തത്. കൊടകര ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. മഞ്ജു വിശ്വനാഥ്, ചാലക്കുടി നഗരസഭാ അംഗം VJ ജോജി, കൊടകര പഞ്ചായത്ത് അംഗം MM ഗോപാലൻ, കൊടകര LP സ്കൂൾ അധ്യാപിക ഗീത MK, കാദംബരി ഡയറക്ടർ രാജശ്രീ VV എന്നിവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിലെയും സമീപ പ്രദേശത്തെയും 50 സ്കൂൾ കുട്ടികൾക്കാണ് 50% സാമ്പത്തിക സഹായത്തോടെ പരിസ്ഥിതി സൌഹൃദ കിറ്റുകൾ നൽകുന്നത്. സ്ത്രീ സംഘങ്ങൾ നിർമ്മിച്ച പരിസ്ഥിതി സൌഹൃദ സ്കൂൾ ബാഗ്, ലഞ്ച് ബാഗ്, കോട്ടൺ തുണിയിൽ നിർമ്മിച്ച പെൻസിൽ പൌച്ച്, സ്റ്റീൽ വാട്ടർ ബോട്ടിൽ, കുട, പെൻസിൽ എന്നിവയാണ് സ്കൂൾ കിറ്റിൽ ഉൾപ്പെടുത്തിയത്. പറപ്പൂക്കര പഞ്ചായത്തിലെ ആലത്തൂരിൽ കുടുംബശ്രീയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൽ പ്രതിഷേധിച്ച് BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നന്ദിക്കര സെന്ററിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിന് BJP പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമദാസ് വയലൂർ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ അയനിക്കുന്നത്ത്, രജത് നാരായണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK പ്രകാശൻ, KV സുഭാഷ്, നന്ദിനി സതീശൻ, ശ്രുതി ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ തൃശ്ശൂരിൽ തന്നെ
എന്തുമാത്രം കാര്യങ്ങൾ ചെറിയൊരു കഷ്ടം പറയും. എൻ്റെ കൊച്ച്, എൻ്റെ മോള്, അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എൻ്റെ മോളും മോനും രണ്ടുപേരുണ്ട്. ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ ഫോട്ടോ പ്രദർശനത്തിന് തുടക്കമായി. ചിത്രകാരനും ഗ്രന്ഥകർത്താവും അധ്യാപകനുമായ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളിയുടെ ചിത്രശില്പ ഫോട്ടോഗ്രാഫി പ്രദർശനം മയൂഖം ചോല ആർട്ട് ഗാലറിയിൽ തുടങ്ങി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായി. മുതിർന്ന കലാകാരൻ ദാമോദരൻ നമ്പിടി, സോമൻ അധീന, ചോല ഡയറക്ടർ ജോമോൻ ആലുക്ക എന്നിവരെ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ AB ജോർജ് ആദരിച്ചു. അക്രിലിക് കളർ ഉപയോഗിച്ച് വരച്ച 26 പെയിന്റിങ്ങുകളും അദ്വൈതം എന്ന പേരിൽ 6 ലോഹശില്പങ്ങളും കാനന കാഴ്ചകൾ സബർമതി എന്ന സീരീസിലുള്ള 26 ഫോട്ടോഗ്രാഫുകളുമാണ് പ്രദർശനത്തിലുള്ളത്. സമ്മേളനത്തിൽ വച്ച് ശില്പകലാ ക്യാമ്പിൽ പങ്കെടുത്ത 30 കുട്ടികളെ അനുമോദിച്ചു. വാർഡ് കൌൺസിലർ VJ ജോജി, സുരേഷ് മുട്ടത്തി, ചിത്രകാരനും ചിത്രകലാ പരിഷത്ത് ജില്ലാ സെക്രട്ടറിയുമായ KS ഹരിദാസ്, കവി സതീഷ് മാമ്പ്ര, ചിത്രകാരൻ സോമൻ അധീന, ജോമോൻ ആലുക്ക, ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, ജെയിംസ് പോൾ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും കേരള ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളിയുടെ 4 ദിവസം നീണ്ടുനിൽക്കുന്ന കലാപ്രദർശനം ജൂൺ 3-ന് സമാപിക്കും. വർഷങ്ങളുടെ അടുപ്പമുണ്ട്. പക്ഷെ സത്യത്തിൽ നിന്നാണ് മാഷൊരു കലാകാരനാണെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞത്. മാഷ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നല്ലൊരു അധ്യാപകനാണെന്നറിയാം. അവിടുത്തെ KPCC വിചാർ വിഭാഗത്തിൻ്റെ ജില്ലാ ചെയർമാനാണ്. പല പരിപാടികളിലും വർഷങ്ങളോളം അദ്ദേഹം നടത്തുന്ന പരിപാടികളും പാർട്ടി പരിപാടികളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മേലൂർ പൂലാനി ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു. മേലൂർ പൂലാനി ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പുകയില വിരുദ്ധ ദിനാചരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ER രഘുനാഥ് അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിക്ടോറിയ ഡേവിസ് സംസാരിച്ചു. പുകയിലയുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗത്തിന്റെ ദോഷവശത്തെക്കുറിച്ച് JPHN P പ്രിയ ക്ലാസ് എടുത്തു. കൂടാതെ നിർമ്മല കോളേജ് ഹെൽത്ത് ആൻഡ് സയൻസ് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ വ്യാപാര സ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലും ബോധവൽക്കരണവും ലീഫ്ലെറ്റ് വിതരണവും ഉണ്ടായിരുന്നു. ആശാപ്രവർത്തകരായ അനിത R, അജി PC എന്നിവർ നേതൃത്വം നൽകി. വേറെ ആളുകൾക്ക് വിൽക്കും. അപ്പോൾ അതിൽ ഇപ്പോൾ പാക്കറ്റിന് ഒരു 35 അല്ലെ 50 രൂപ വിലയാണെങ്കിൽ 50 കൂടി 10 രൂപക്ക് പോക്കറ്റ് മണി മനസ്സിലായി. അങ്ങനെയുണ്ട്. അപ്പോൾ വ്യാവസായികമായിട്ട് ഇത് കുട്ടികളിൽ നിന്ന് ഒഴിവാക്കണം. 3 പതിറ്റാണ്ടിലേറെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിയ സന്തോഷ് ബാബു മാസ്റ്റർ പടിയിറങ്ങുന്നു. ആലത്തൂർ ALP സ്കൂളിലെ പ്രധാന അധ്യാപകനായിട്ടാണ് കൊടകര കനകമല സ്വദേശി ഞാറേക്കാട്ടിൽ സന്തോഷ് ബാബു തന്റെ ഔദ്യോഗിക ജീവിതത്തോട് വിട പറയുന്നത്. യുനെസ്കോ നിർദ്ദേശിച്ച ജീവിത നൈപുണികൾ കേരളത്തിൽ ആദ്യമായി പരിശീലിപ്പിച്ചത് സന്തോഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ആലത്തൂർ ALP സ്കൂളിലായിരുന്നു. ഈ വർഷം SCRT തിരഞ്ഞെടുത്ത കേരളത്തിലെ ഏറ്റവും നല്ല 11 പദ്ധതികളിൽ ഈ ലൈഫ് സ്കിൽ ഉൾപ്പെടുത്തിയതോടെ ആലത്തൂരിലെ LP സ്കൂൾ മികവിന്റെ കേന്ദ്രമായി മാറ്റാനും അദ്ദേഹത്തിനായി. കേരള വനം വകുപ്പുമായി സഹകരിച്ച് വിദ്യാവനം എന്ന പേരിൽ വിദ്യാലയ വളപ്പിൽ 320 കാട്ടുമരങ്ങൾ വച്ചുപിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡിന്റെ കെട്ടകാലത്ത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി ഓൺലൈൻ പരിശീലനം നൽകി മാതൃകയാകാനും ഈ അധ്യാപകൻ മറന്നില്ല. അതുമാത്രമല്ല, 2018 പ്രളയകാലത്ത് ഭയത്തിലും ദുരിതത്തിലുമായ കുട്ടികൾക്കായി വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഭയവും പരിഭ്രമവും ഇല്ലാതാക്കാൻ വിവിധ പഞ്ചായത്തിൽ സന്തോഷ് ബാബു പരിശീലനം നൽകി. അധ്യാപകർക്കുള്ള അനവധി പരിശീലനങ്ങളിൽ അവധിക്കാലത്തും അല്ലാതെയും ഇദ്ദേഹം ജില്ലാ റിസോഴ്സ് ഗ്രൂപ്പിലെ സജീവ അംഗമായിരുന്നു. കേരള പോലീസ് അക്കാദമിയുടെ ഫാക്കൽറ്റി അംഗമായ സന്തോഷ് ബാബു പോലീസ് സേനയ്ക്കായും വനം, റവന്യൂ വകുപ്പുകളിലും ഒട്ടനവധി പരിശീലനം നൽകിയിട്ടുണ്ട്. ടാൻഗ്രാം, ഗുലാഗൂപ്പ്, റിബിസ് ക്യൂബ്, ചെസ് എന്നിങ്ങനെ പഠനം രസകരമാക്കാനും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനുമുള്ള നിരവധി പദ്ധതികളും ഇതിനോടകം തന്നെ വിദ്യാലയത്തിൽ നടപ്പിലാക്കിയതും ഇദ്ദേഹമാണ്. സന്തോഷ് ബാബു എന്ന ഈ മാതൃകാ അധ്യാപകൻ പടിയിറങ്ങുമ്പോൾ നിറകണ്ണുകളുമായാണ് വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും യാത്രയാക്കുന്നത്. കൊളുത്തുകാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. കൊളുത്തുകാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തിന്റെ 5ാം ദിവസമായ വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് വടുത്തല നാരായണൻ, സെക്രട്ടറി അരുൺകുമാർ വാഗയിൽ, ട്രഷറർ സരിത രമേശ്, കമ്മിറ്റി അംഗങ്ങളായ ജയൻ തൈവളപ്പിൽ, ശ്രീകല ജയപ്രകാശ്, മാതൃസമിതി പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. പുരാണശ്രീ കൊളത്തൂർ പുരുഷോത്തമനാണ് യജ്ഞാചാര്യൻ. യജ്ഞം ഞായറാഴ്ച 6 സമാപിക്കും.
കൊരട്ടി പഞ്ചായത്ത് 10ാം വാർഡിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭകളെ ആദരിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കലും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തുകയും ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി. വാർഡ് പ്രസിഡന്റ് സിബി തോമസ് അധ്യക്ഷനായി. മനേഷ് സെബാസ്റ്റ്യൻ, ഷാജു പുതുശ്ശേരി, വർഗീസ് പൈനാടത്ത്, PK വർഗീസ്, ജോയ് പെരേപ്പാടൻ, അംഗൻവാടി ടീച്ചർമാരായ ഷെറി, സിന്ധു, ടെസി ജോസ്, മേരി തോമസ്, മണി ശിവൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് 44ാമത് വാർഷിക പൊതുയോഗം നടത്തി. പറപ്പൂക്കര പഞ്ചായത്തിലെ ആലത്തൂരിൽ കുടുംബശ്രീയുടെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൽ പ്രതിഷേധിച്ച് BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ കാദംബരിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സൗഹൃദ സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.